ഹായ്, വെൽക്കം ടു 123 തോട്ട്സ്. ഓട്സും ഡേറ്റ്സും വെച്ചിട്ടുള്ള ഒരു സ്മൂത്തി റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഈ വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 1/4 കപ്പ് ഓട്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ വെള്ളത്തിൻ്റെ അളവ് എടുത്താൽ മതിയാവും. ഈ ഓട്സ് ഒരു 3 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. ഓട്സ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കണം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ഓട്സ് തണുത്തതിന് ശേഷം ഇതിലുള്ള ഈ വെള്ളത്തോടെ തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 7 മുതൽ 10 ഡേറ്റ്സ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 7 എണ്ണമേ എടുത്തിട്ടുള്ളൂ. ഇത് തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് ഇതിൻ്റെ കുരു കളഞ്ഞെടുക്കണം. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പറ്റും. നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തരികളൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ അളവ് നിങ്ങൾക്കിത് ഏത് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് എന്നതിനനുസരിച്ച് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ച അളവനുസരിച്ചിട്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതായിരിക്കും. കുറച്ചുകൂടി തിക്കായിട്ട് വേണമെങ്കിൽ പാല് കുറച്ചൊഴിക്കാം. പിന്നെ വേണ്ടത് 2-3 ഐസ് ക്യൂബ്സ് ആണ്. തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് മിക്സിയിലെടുത്തിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്സും ഡേറ്റ്സും ചേർത്തിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡിയാണ്. ഇപ്പോൾ ഇതിനൊരു ചെറിയ മധുരം മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ നട്ട്സോ ആൽമണ്ട്സോ എന്തെങ്കിലും വെച്ച് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പീസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായി വരുന്നതുവരേക്കും ബൈ.